ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോശം ഫോം തുടരുമ്പോൾ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലബ്ബായ ഗോകുലം FC മിന്നും ഫോം തുടരുകയാണ്. ഐഎസ്എൽ രണ്ടാം പകുതി ആരംഭിച്ചതിനു ശേഷം കളിച്ച 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയപ്പോൾ ഐ ലീഗിലെ കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഗോകുലം കേരള വിജയം സ്വന്തമാക്കി. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിൽ നടത്തിയ അഴിച്ചുപണിയാണ് ഗോകുലം കേരളയുടെ ഫോമിൽ വലിയ മാറ്റമുണ്ടാക്കിയത്. ടീമിലെ വെറ്ററൻ താരങ്ങളായ എഡു ബേഡിയ, നിലി പെർഡോമ എന്നിവരെ ഒഴിവാക്കിയ ഗോകുലം കേരള പകരം ഐ ലീഗിൽ വളരെയധികം പരിചയസമ്പന്നനായ നിക്കോളാസ് സ്റ്റോയാനോവിച്ച്, മാറ്റിയ ബാബോവിച്ച് എന്നിവരെ സ്വന്തമാക്കി. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ നടത്തിയ ഈ കൃത്യതയോടെയുള്ള ഇടപെടലാണ് ഗോകുലത്തിന്റെ ഫോമിൽ മാറ്റം വരുത്തിയത്. പുതുതായി വന്ന 2 താരങ്ങളും ടീമിനൊപ്പം ഒത്തിണങ്ങി മികച്ച പ്രകടനം നടത്തിയതോടെ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 10 ഗോളുകൾ നേടിയാണ് ഗോകുലം ഫോം വീണ്ടെടുത്തത്. ഈ 3 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ എതിരാളികളുടെ മൈതാനത്താണ് ഗോകുലം വിജയിച്ചത്. ടീമിന്റെ നായകനും പ്രധാന സ്ട്രൈക്കറുമായ അലക്സ് സാഞ്ചസ്, പുതുതായി ടീമിലെത്തിയ സ്റ്റോയാനോവിച്ച്, ബാബോവിച്ച് എന്നിവർക്ക് പുറമെ താജിക്കിസ്ഥാൻ താരമായ കോംറോൺ ടൊർസനോവ് എന്നിവരെല്ലാം മികച്ച ഫോമിലാണുള്ളത്. ശ്രീകുട്ടനെ പോലെയുള്ള താരങ്ങളും ടീമിനായി നല്ല പ്രകടനം നടത്തുന്നു. ജസ്റ്റിൻ ഇമ്മാനുവലിനെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ചിട്ടും ഗോകുലം കേരളയെ അത് ബാധിച്ചിട്ടില്ല. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതുപോലെ സമർത്ഥമായൊരു ഇടപെടൽ നടത്താൻ കഴിയാതിരുന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത്. അതേസമയം നല്ല രീതിയിൽ ഇടപെടൽ നടത്തിയ ടീമുകളെല്ലാം മികച്ച ഫോമിലേക്ക് വരുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. ഒരു ടീമിന്റെ പരിമിതികൾ മനസ്സിലാക്കി അതിന് ചേരുന്ന താരങ്ങളെ എത്തിക്കാൻ കഴിയാതിരുന്നത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി മാറി. ഗോകുലം കേരള വളരെ കൃത്യതയോടെ ഇക്കാര്യം നടപ്പിലാക്കിയത് അവരുടെ മത്സരങ്ങളിൽ പ്രകടമാകുന്നു. നിലവിൽ ഐ ലീഗിൽ 2ാം സ്ഥാനത്താണ് ഗോകുലം നിൽക്കുന്നത്. നിലവിൽ പോയിന്റ് ടേബിളിൽ 8 പോയിന്റിന്റെ വ്യത്യാസത്തിൽ മോഹമ്മദൻസ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും കിരീടം നേടാനുള്ള സാധ്യത ഇപ്പോഴും ഗോകുലം കേരളയ്ക്കുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.